അപ്പോൾ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്തവരാരും എൻ്റെ സ്റ്റോറി അറിഞ്ഞിട്ടില്ല. ഞാൻ ഏഷ്യനെറ്റും 24 മനോരമയിലും കൈരളിയിലൊക്കെ ഒരു വന്ന വ്യക്തിയാണ്. അത് വലിയ വീഡിയോ ആകുമ്പോൾ ആരും കാണില്ല. ഷോർട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് വിടാം. ഓക്കെ, എല്ലാവരും ഒന്ന് കാണണം പ്ലീസ്. ഈ തെങ്ങ് എന്ന് പറയുന്നത് കേരളീയർക്ക്, മലയാളികൾക്ക് ഭയങ്കര വൈകാരിക അടുപ്പമുണ്ട്. കേരളം എന്ന പേര് വന്നത് തന്നെ കേരളം അങ്ങനെയാണെന്ന് പറയാറുണ്ട്. കേരം തെങ്ങും കേരള നാട്ടിൽ KR ഗൗരി എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങളൊക്കെ ഉള്ള നാടാണ്. അപ്പോൾ തെങ്ങ് മലയാളികൾക്ക് വൈകാരികമായ അടുപ്പമുള്ള ഒരു മരമാണ്. മുംബൈയിലെ നഗരത്തിലും കാണാം നിരവധി തെങ്ങുകൾ. തിരക്ക് പിടിച്ച നഗരത്തിൽ തെങ്ങ് കയറാൻ ഒരു മലയാളിയുമുണ്ട്. മലപ്പുറംകാരൻ റാഫിയുടെ തെങ്ങ് കയറ്റ വിശേഷങ്ങളാണ് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ പങ്കുവെക്കുന്നത്. അപ്പം മുംബൈയിലെ തെങ്ങുകൾ, മലപ്പുറംകാരൻ റാഫിയുടെ തെങ്ങ് കയറ്റം കണ്ടിട്ട് വരാം. നമസ്കാരം. കേരം തെങ്ങും കേരള നാട്ടിൽ നിന്ന് ഏതാണ്ട് 1000 കിലോമീറ്ററിലധികം സഞ്ചരിച്ചു വേണം മുംബൈയിലേക്ക് എത്താൻ. മുംബൈയിലെത്തി നിൽക്കുമ്പോൾ അവിടെയും നിരവധി തെങ്ങുകൾ. മുംബൈ നഗരത്തിനകത്തുള്ള ഇത്രയധികം തെങ്ങുകളുള്ളപ്പോൾ അതിലൊക്കെ കയറുന്നത് ആരാകും? തേങ്ങയിടുന്നത് ആരാകും? ആ അന്വേഷണം ഞങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഒരു മലയാളിയിലാണ്. ആ മലയാളിയെ നമുക്ക് നേരിൽ കണ്ട് പരിചയപ്പെട്ട് വിശേഷങ്ങൾ ചോദിക്കാം. ഗേറ്റ് വേക്ക് മുന്നിലാണ് അല്ലേ? ഗേറ്റ് ഓഫിന്റെ ഈ ഭാഗത്താണ് തെങ്ങ് കയറുന്നത്. ഈ നാട്ടിലെ തേങ്ങ ഇടുന്ന പോലെയല്ല ഇതിവിടെ. ഈ സിറ്റിയാണ്, താഴെയൊക്കെ വണ്ടികൾ ഉണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവിടെ? നല്ല ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിച്ചിട്ട് ഇതിന്റെ ജോലി ചെയ്യാണ്. കാരണം ഇതിന്റെ ചരിത്രങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വർഷം 9 വയസ്സിൽ ബോംബെ നഗരത്തിലേക്ക് ചാടിയ ഒരു വ്യക്തിയാണ്. 9 വയസ്സിൽ വന്നോ? 9 വയസ്സിൽ, വളരെ കുട്ടിയാകുമ്പോൾ. 9 വയസ്സിൽ ഞാൻ വളരെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഒരു മണ്ണെണ്ണ ഉണ്ടല്ലോ, അതിന്റെ ഒരു ടാങ്കി, ആ മണ്ണ ടാങ്കി അങ്ങോട്ട് അതിൻ്റെ ആഫ് മണ്ണെണ്ണ ആയപ്പോൾ അവർ അതിൻ്റെ കടക്കാരൻ എന്ത് ചെയ്ത് ഒന്നിങ്ങനെ ചെരിച്ചിട്ട് അതിൻ്റെ അടിയിൽ ടയറൊന്നാണ്ട് വെച്ചു കൊടുത്ത്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു മദ്രസ വിടുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു മദ്രസ വിടലുണ്ട്, കുട്ടികൾക്കൊന്ന് മൂത്രയിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ. അതിൻ്റെ ഇടയിൽ അവിടെ ഒന്ന് മൂത്രയിച്ച് വരുന്ന സമയത്ത് ഏതോ കുട്ടിയെ കൊണ്ടിട്ടാണ് മറിച്ചിട്ട് ആ വഴി കൂടെ ഞാനാ വരുന്നത്. അപ്പം ആ കടക്കാരൻ വന്നിട്ട് ഉസ്താദിനോട് പോയി പറഞ്ഞ്, നിങ്ങളെ കുട്ടികൾ ഇത്രയും മണ്ണെണ്ണ മറിച്ചിട്ട് ഒരുപാട്, അന്നത്തെ കാലത്തിട്ടാ കൊല്ലം ഒരുപാടായി, 45-46 വയസ്സായി. അപ്പോൾ ഒരു എല്ലാ കുട്ടികളുടെ വിളിച്ച ഉസ്താദ് ആരാണ് മണ്ണെണ്ണ മറിച്ചിട്ടെന്ന് ചോദിച്ചപ്പോൾ അതിൽ 1-2 കുട്ടികൾ പറഞ്ഞ് റാഫിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നോട് വിളിച്ചപ്പോൾ ഞാൻ ആ ഉസ്താദിനെ കണ്ട് പേടിച്ച് നിൽക്കുക. ആരാടെ മണ്ണെണ്ണ മറിച്ചിട്ടെന്ന് ചോദിച്ചു. ഇനി ഞാൻ മിണ്ടാതെ നിന്ന കാരണം എന്തായത്, ആ വാവലേര് ഉസ്താദ് ഉണ്ടല്ലോ കാടഞ്ചേരിയുള്ളത്, അന്ന് ഞങ്ങളെ മറവഞ്ചേരിയിലാണ് പഠിപ്പിക്കണത്. അതും കട്ട് പുളിയുടെ കൊമ്പുണ്ടല്ലോ അത് എടുത്തിട്ട് അത് പൊട്ടോളിട്ടിട്ട് അടിച്ച് അയാളോട് പോയപ്പോൾ എൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് ഉപ്പാൻ്റെ അടുത്തേക്ക് ചെന്നോ ഒപ്പം എന്നോട് എന്താ പറഞ്ഞാരോ, പട കുട്ടി ടെൻഷൻ അടിക്കണ്ട, ഞാൻ ആ ഉസ്താദിനോട് പോയി ചോദിച്ചോണ്ട് ആ ഉസ്താദിനെ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഞാൻ വെറുതെ എന്നൊരു സമാനപ്പെടുത്തി. ഞാൻ എന്നിട്ട് നേരം മുൾക്കുമ്പോൾ ഇപ്പോൾ അറിഞ്ഞിച്ച് മദ്രസയിലും സ്കൂളിലും പഠിക്കണ്ട, ഈ ബോംബെ ഇപ്പോൾ ഇവിടെ ബോംബെയിൽ ENT ഹോസ്പിറ്റലിൻ്റെ അവിടെ 2 കട ഉണ്ട്, ഇളനീങ്കാടയും ബേഡിക്കാടയും റോട്ടും വേണം കട. അവസാനം അവിടെ കൊണ്ടുപോയിട്ടിട്ട് അറിയിച്ച് ഇവിടത്തനായിട്ട് പഠിച്ചോ, അവിടെ സ്കൂളാണ്, കുട്ടികൾ എല്ലാവരും സ്കൂളിൻ്റെ അകത്തോട്ട് പഠിച്ചോട്ടെ, പുറത്തിരുത്തിട്ട് പഠിച്ചോ എന്നും പറഞ്ഞു. അതാണ് എൻ്റെ പഠനം. ആ പഠനം പഠിച്ചിട്ട് ഇപ്പോൾ അവസാനം ആകാശത്തിൻ്റെ അത് ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു പോയിപ്പോൾ. അതാണ് ഇപ്പോൾ ഉണ്ടായത്. പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ദൈവം ഒന്നും കൈവിട്ടിട്ടില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടും ഇപ്പം 4-5 കടപടമുണ്ട്, നാട്ടിൽ 2-3 സ്ഥാപനമുണ്ട്. അതുപോലെ എനിക്ക് അവിടെ ഇല്ലാത്ത ഇതൊന്നും ഇല്ല. ഈ തെങ്ങ് കയറ്റത്ത് അധ്വാനിച്ചിട്ട് ഒരാളെ 1 റുപ്യ എൻ്റെ ഈ രക്തത്തിലില്ല. ഏത് അപകടം പിടിച്ച തെങ്ങ്, പ്രൈവറ്റ് തെങ്ങായാലും ഈ വ്യക്തി കയറണം. പരുന്ത് വന്ന് കൊത്തും. ഈ ചില തെങ്ങുമ്പോൾ പരുന്തിൻ്റെ കൂടുണ്ടാവും, പരുന്തിൻ്റെ ആക്രമണം എല്ലാം കൊള്ളണം. ഇന്നാള് ചെവി ഇടന്നിട്ട് കൊത്തില്ല. പരുന്ത് കൊത്തി ഹെൽമെറ്റ് ഇടും, പിന്നെ ഒരു വടി ഉണ്ടാവും മൂപ്പര കയ്യിൽ, അതിട്ട് വീശിയാൽ പരുന്തിൻ്റെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാം. കിട്ടൽ വേറെ കിട്ടും. അതിച്ചിട്ടൊന്നും പരുന്തിപ്പോൾ ഞാൻ ഹെൽമെറ്റും ബീരം കെച്ചിട്ടൊന്നും പോയിട്ടൊന്നും കാര്യമില്ല. അതിന് അതിനെ യുദ്ധം ചെയ്യാൻ വന്ന കൊള്ളുക, പിന്നെ അതിന് രക്ഷപ്പെടുക, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഈ തെങ്ങുകൾ വെച്ച് വളരെ അപകടം പിടിച്ച് പിന്നെ പബ്ലിക്കിനെ നോക്കണം, കാറ് നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇളനീര് വീണാൽ അത് സൂക്ഷ്മതയോട് കൂടി ഇറക്കണം. നമ്മുടെ നാട്ടിൽ കെട്ടി ഇറക്കലല്ലോ,
കയറ് കെട്ടി സൂക്ഷ്മതയോടുകൂടി ഒരേ നീര് വരക്കണം. തേങ്ങ ഇത് ഇറക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഇവിടെ പൾസർ വന്ന് നിൽക്കണ്ട, പൾസർ വണ്ടി അവിടെ കൊടുത്ത് നിർത്തിയിട്ട് അതിന് അത്രയും ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇറക്കുമ്പോൾ ഈ പൾസറിൻ്റെ മോൾക്കാട് വീണോട് കൂടിയിട്ട് വെച്ചാൽ ഓനാച്ച എന്നെക്കാട്ടിയും വലിയ തെച്ചാണ്. പിന്നെ ഞാനെന്താ ചെയ്യുക, ഞാനാച്ച ഈ കോലത്തിലും അവിടെ അടി വരച്ച് കിട്ടി. എന്താണ്ട് എന്നാലും എന്നാലും എന്താ പറയുക സാറെന്നാ പറയുക, ഈ വൈകുന്നേരം വരെ ഈ ഇളനീൻ കച്ചവടം ചെയ്ത് ആകെ 500-600 കിട്ടുള്ളൂ. ഈ ഇളനീന് 56-60 റുപ്യ വില. ഈ ഇളനീൻ കച്ചവടക്കാർ ചെയ്തിട്ട് ആ പാവങ്ങൾക്ക് ഒന്നും കിട്ടണില്ല. ഈ മൈസൂർ ഇളനീൻ കൊടുത്തിട്ട് ഈ ബോംബെയിൽ കൊടുത്തിട്ട് ആ പാവങ്ങൾക്ക് വിറ്റിട്ട് വൈകുന്നേരം വരെ 700-800 റുപ്യ കിട്ടണത്. അതിൽ മുനിസിപ്പാലിറ്റി പോലീസായിട്ട് കൊണ്ടുപോകും. ആ പാവങ്ങളെ ജീവിതചേട്ടൻ എന്നിട്ട് അവർ എങ്ങനെയൊക്കെ ഇപ്പോൾ ബംഗാളികൾക്കും ബയ്യന്മാർക്കും ഒക്കെ കട നടത്താൻ കൂട്ടുള്ള ഈ പാവങ്ങൾ ഇന്ന് കണ്ണി കണ്ട രാജ്യത്ത് പോയിക്കണേ. ഓരോ മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഇന്നത്തെ ഏതായാലും പണി കഴിഞ്ഞു സാർ. എത്ര എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പറയാണ്ട് അതിന് പടത്തോണ്ട് നടന്നു. ഇതെല്ലാം വല്ല ആയിരുന്നു. അത് മതി. ഓക്കെ, അതാണ് റാഫിക്കിന്റെ ജീവിതം, റാഫിക്കയുടെ കഥ. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ആ സ്റ്റോറി ആകെ ആ റാഫിക്കയുടെ കഥ എങ്ങനെ കൊണ്ടുപോയി. വളരെ ശുദ്ധനായ മനുഷ്യനെന്ന് കമന്റ് വരുന്നുണ്ട്. ശരിയാണ്, ഈ രക്തത്തിൽ ₹1 ആരുടെയും ഇല്ല എന്ന് പറയുന്നത് അങ്ങേറ്റ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. നമ്മളൊന്ന് ഓർക്കണം, ഈ മുംബൈയിലെ തേങ്ങയിടാൻ എന്തൊരു റിസ്ക് ആണെന്ന് ആ പറയുന്ന കഥ പറച്ചിൽ തന്നെയുണ്ട്. ഇതൊക്കെ ഒരു വാർത്തയാണോ? തെങ്ങ് കയറ്റക്കാരൻ്റെ വാർത്തയാണ് പ്രധാന വാർത്ത. എന്തൊരു വാർത്താ ദാരിദ്ര്യമെന്ന് SK ബാങ്കേഴ്സ് പറയുന്നു. ഇതും ഒരു ജീവിതമല്ലേ ചേട്ടാ? അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ കാഴ്ചയും ആ മനുഷ്യൻ്റെ ഒരു പോരാട്ടം നിറഞ്ഞൊരു ജീവിതമൊക്കെ അതും പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യമുള്ള വിഷയങ്ങളാണ്. ഇങ്ങനെ ഈ മനുഷ്യരുണ്ട് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അതും വാർത്ത തന്നെയാണ്. പള്ളിക്കന്ന് മഹരിമിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഐസ്ക്രീമിൻ്റെ ആള് വേണ്ട. അപ്പോൾ കുട്ടികളെ പോലെ ഇതൊന്ന് തിന്നാൻ തോന്നി. എന്താ ചെയ്യുക, ചൂട് സഹിക്കാൻ വയ്യ. പിന്നെ കേരളത്തിലെ വോട്ട് ഇന്ന് ഇലക്ഷൻ്റെ ഇതൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ട് കുറച്ച് നേരം അങ്ങനെയൊക്കെ ആയിട്ട് ശംസുഖാൻ്റെ അടുത്ത് പോയി, അലിഖാൻ്റെ അടുത്ത് പോയി. അങ്ങനെ മഹരിബ് വാങ്ങിക്കൊടുത്ത് ഇനിയിപ്പോൾ വണ്ടി കാലിയേക്കൽ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ല രസമുണ്ട്. നമ്മൾ 24-ലും ഏഷ്യാനെറ്റിലും മനോരമയിലൊക്കെ വന്ന ആളാണ്. ഓക്കെ, ഏഷ്യാനെറ്റ്, മനോരമ എല്ലാത്തിലും വന്നിട്ടുണ്ട്. നല്ലൊരു പേരിട്ടൊരു മനുഷ്യനാണ്. നമ്മളെ പറ്റി എന്താ വിചാരിച്ച്? നമ്മൾ അങ്ങനത്തെ ഇങ്ങനെയൊക്കെ നടന്നോട്ടെ. പക്ഷേ ഇവിടെ ലോകം എത്രയോ ലക്ഷം ജനങ്ങൾ ഇന്നങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നറിയോ. ഇപ്പോൾ യൂട്യൂബിലും വന്ന്, ഫേസ്ബുക്കിലില്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ കുറവാണ്, യൂട്യൂബിലുണ്ട്. അങ്ങനെ ലോകത്ത് ഒരുപാട് മനോരമയിലും 24-ലും ഏഷ്യാനെറ്റൊക്കെ വന്നു നേരം നിങ്ങളൊന്ന് ആലോചിക്കണം. ഇനി എത്ര ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാരോ. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഞാൻ അങ്ങനെ 24-ലും ഏഷ്യാനെറ്റിലും മനോരമയിലൊക്കെ വരുന്ന ഒരാളാണെന്നുള്ളത്. സത്യം പറഞ്ഞിട്ടാണ്. ഒക്കെ പടച്ച അള്ളാഹുവിൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സമയത്ത് ഓരോരുത്തർ കടന്നു വരുന്നുള്ളത്. അല്ല ഞാനായിട്ട് ഇപ്പോൾ അവരെ വിളിച്ചത്, അവരെങ്ങനെയൊക്കെയോ എൻ്റെ നമ്പർ അന്വേഷിച്ച് പിടിച്ചിട്ടാണ് ഓരോരുത്തർ 24 ഏഷ്യാനെറ്റൊക്കെ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി. ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എത്ര തവണ അവർ വിളിച്ചെന്നറിയും. അപ്പോൾ എൻ്റെ അനിയുള്ള സമയത്ത്, അക്ബറുള്ള സമയത്ത് മനോരമക്കാർ. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ ഏട്ടൻ വന്നതിന് ശേഷം എടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ജീവിതത്തിൽ കൂടെ കടന്നു പോകണം. എന്തെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോകണ വീഡിയോ ഞങ്ങൾക്ക് എടുത്ത് വിട്ടു. എന്നിട്ട് ഒറ്റൊന്നും മിസ്സേക്കണില്ല. ഇപ്പോൾ ഞാൻ വേറെ വിട്ടുതരാം 24 ന്യൂസിൻ്റെ. ഓക്കെ, കാണികൾ.